നമ്മൾ വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ തന്നെ ജീവിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു മാറ്റം, ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടെ വർദ്ധിപ്പിക്കുക, അതുപോലെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാക്കാനായിട്ട് കേട്ടിട്ട് നിങ്ങൾ അതുപോലെ എല്ലാതും ചെയ്യാൻ പറ്റില്ല, ഒരു 5 കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി പറയണു, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഒരു മാറ്റം എന്തായാലും ആവശ്യമാണ് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നമ്പർ 1, ഡെയിലി എക്സസൈസ് ചെയ്യുക. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികം. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ്. അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ വേണ്ട, നമ്മൾ എന്ത് കാര്യം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ ചുറുചുറുക്കോടെ ഇരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണിത്. പിന്നെ ചെറുപ്പം നിലനിർത്തും. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വേറിട്ട് അറിയാൻ പറ്റും. അവരുടെ ശരീരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയും അവരുടെ സ്കിന്ന് നല്ല തിളക്കമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവരെവിടെ പോയാലും നമുക്ക് വേറിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം. ഇപ്പോൾ ഒരു പഴയ ചുരിദാറാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷർട്ടാണെങ്കിൽ പോലും അവരത് ഇടുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ടാവും. എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ ഇടുന്നേക്കാളും അവർക്ക് എന്ത് ഡ്രസ്സും നന്നായിട്ട് മാച്ചായിരിക്കും. നമ്പർ 2, ഏതെങ്കിലും ഒരു യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ടും ഡെയിലി ചെയ്തിരിക്കണം. ഇത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും മനസ്സിൻ്റെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ മനസ്സ് നല്ല കൂളായിട്ട് നല്ല കാമായിട്ട് ഇരിക്കാനായിട്ട് ഇത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യാം. അതായത് ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് സമാധാനപരമായിട്ട് പോയിരുന്നിട്ട് കുറച്ച് നേരം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും സ്ട്രെസ് കുറയാനും എല്ലാത്തിനും നല്ലതാണ്. നമ്പർ 3, നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവലിൽ എത്തിപ്പെടണം അത് തുടർച്ചയായിട്ട് കുറച്ച് സമയം പറയാം. ഒപ്പം അത് ഞാൻ നേടിയതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ച് സമയം ഇരിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമില്ല, അത് നിങ്ങൾ അനുഭവിച്ചറിയാം. അതായത് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ തെറ്റിപ്പോവും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിലെ അതിലത് പതിയും. അത് നിങ്ങളുടെ പവർ കൂട്ടാനായിട്ട് നന്നായിട്ട് സഹായിക്കും. വല്ലപ്പോഴും ഇത് ചെയ്തിട്ട് കാര്യമില്ല, ഡെയിലി നമ്മൾ ചെയ്യണം. നമ്പർ 4, നിങ്ങൾ ഒരു ഡയറി കയ്യിൽ കരുതുക. അതിൽ അന്നത്തെ ദിവസം ചെയ്യാനുള്ള 1 by 1 ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഈ വിജയിച്ച ആൾക്കാരെ കയ്യിൽ നോക്കിയാൽ മനസ്സിലാവും. അവർ ഇൻ്റർവ്യൂസിലായാലും എല്ലാ കാര്യങ്ങളും പറയുന്നൊരു കാര്യം, അവർക്ക് എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും, ഒരു ചെറിയ ബുക്കോ ഡയറി എന്തെങ്കിലും ഉണ്ടാവും. അവർക്ക് വരുന്ന ആശയങ്ങളായിക്കോട്ടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളായാലും അവർ ആ ബുക്കിൽ എഴുതി വെച്ച് അതുപോലെ അവർ പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വിജയം ഉറപ്പാണ്. അപ്പം നിങ്ങളും അത് ശീലിക്കാനായിട്ട് നോക്കുക. നമ്പർ 5, വായന. ഏത് സബ്ജക്റ്റിനോടാണോ നിങ്ങൾക്ക് താല്പര്യം അതുമായിട്ട് ബന്ധമുള്ള ഒരു ബുക്ക് ഒരു 15 തൊട്ട് 20 പേജെങ്കിലും മാക്സിമം നിങ്ങൾ വായിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എന്തായാലും നിങ്ങൾ ചെയ്യണം. ഇനി നിങ്ങൾക്ക് വായിക്കാൻ മടിയാണ് അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഗുണനിലവാരമുള്ള വീഡിയോസ് കാണാം. യൂട്യൂബിലായിക്കോട്ടെ നല്ല മോട്ടിവേഷൻ വീഡിയോസും നമ്മുടെ ലൈഫിന് വേണ്ട കാര്യങ്ങൾ അതെല്ലാം കാണാം. അതുപോലെ നല്ല അറിവുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധമില്ലേ, സംസാരം, അതെല്ലാം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഈ ഫാമിലി വ്ളോഗ്സിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നല്ല നമുക്ക് ഗുണമുള്ള വീഡിയോസില്ലേ അത് യൂട്യൂബിൽ കാണാം. യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിൽ എന്തിലായിക്കോട്ടെ അത് കാണാം. നമ്മുടെ ശരീരത്തിന് ഈ പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനുള്ള പ്രോട്ടീനാണ് വായന. അപ്പോൾ വായിച്ച് വളരാന്ന് കേട്ടില്ലേ. അപ്പോൾ വായന നമ്മുടെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും വായിക്കാനായിട്ട് അല്ലെങ്കിൽ വീഡിയോസ് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്പർ 6, നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. രാവിലെ കറക്റ്റായിട്ട് എണീക്കുക. അതുപോലെ ഫുഡ് കഴിക്കാനാണെങ്കിലും ശരി, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം ഒരേ സമയത്ത് ഒരു റുട്ടീനായിട്ട് കൃത്യനിഷ്ഠയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഗോളുകൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കൂടുതൽ സമയം കിട്ടും. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതം കൃത്യനിഷ്ഠയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളെല്ലാം കുറയും. ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഡിസിപ്ലിൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കുട്ടികളെ. നമ്മുടെ ഈ കൃത്യനിഷ്ഠ ഇല്ലാത്ത ജീവിതം മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്കാണ്. നമുക്ക് മാത്രമേ ഗുണമുള്ളൂ, മറ്റാർക്കും ഗുണവുമില്ല ദോഷവും ഇല്ല കേട്ടോ. നമ്പർ 7, ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ കിട്ടുന്നത് എന്തും വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ട്രെൻഡ്. പക്ഷേ
അങ്ങനെ കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാവും. നമ്മളിപ്പോൾ വാരി വലിച്ച് കഴിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും, നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ഒരു ലിമിറ്റഡായിട്ട് കഴിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് മരിക്കുന്നത് വരെ ലിമിറ്റഡായിട്ട് ഇതുപോലെ കഴിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. പിന്നെ 2 ലിറ്റർ വെള്ളം എന്തായാലും മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. പിന്നെ ഈ 40 കഴിഞ്ഞ അമ്മമാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മൾട്ടി വിറ്റമിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അതെന്തായാലും നിങ്ങൾ കഴിക്കുക, ഡെയിലി കഴിക്കുക. കാരണം 40 കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഓരോ വിറ്റമിൻസിൻ്റെ കുറവുണ്ടാവും. അത് എല്ലാം നികത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോഡി പെയിനോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ വേദനകളും ഒന്നും വരില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ വെയിലുള്ള ആൾക്കാരാണെങ്കിൽ വിറ്റമിൻ ഡിയുടെ മരുന്ന് ഒരു മാസം കഴിക്കുക, പിന്നെ 2 മാസം നിർത്തുക, പിന്നെ വീണ്ടും കഴിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മരിക്കുന്നത് വരെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്പർ 8, ദിവസത്തിൽ കുറച്ച് നേരം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാം. അതായത് നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിലെ നമ്മുടെ അച്ഛനോ അമ്മയോ മക്കളോ ഭാര്യ ആരായിക്കോട്ടെ എല്ലാവരും കൂടെ ഒപ്പം ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും എല്ലാം നല്ലതാണ്. നമ്പർ 9, നമ്മൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവണം. എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് സാധിക്കൂ, ഞാൻ നല്ല കഴിവുള്ള ആളാണ്, അതുപോലെ ഞാനൊരു സംഭവമാണെന്നൊക്കെ പലരും പറയാറില്ലേ. അത് അവർക്ക് അവരിലുള്ള വിശ്വാസമാണ്. ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ കഴിവിൽ വിശ്വാസം ഉണ്ടാവില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, അവർക്ക് എവിടെയും എത്താനും പറ്റില്ല, ഒരു കാര്യങ്ങളും നേടിയെടുക്കാനും പറ്റില്ല. നമ്മൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവണം, നമ്മളെ പറ്റി നല്ലൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. നമ്പർ 10, നന്ദിയുള്ളവരായിരിക്കുക എന്നത്. ഇപ്പോൾ നമ്മൾക്കൊരാളൊരു കാര്യം ചെയ്തു തന്നു, അതൊരു ചെറിയ കാര്യം ആയിക്കോട്ടെ, നമ്മൾ അവരോട് നന്ദി പറയാം, നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കുക. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും പറയാം, നന്ദി 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 എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ പ്രപഞ്ചം പോലും എല്ലാം കൊടുക്കുള്ളൂ. നന്ദിയില്ലാത്തവർക്ക് ആരും ഒന്നും കൊടുക്കില്ല. അത് മനുഷ്യരായാലും ശരി, പ്രപഞ്ചമായാലും ശരി, എന്തായാലും ശരി, കൊടുക്കില്ല, കിട്ടില്ല നമുക്കൊന്നും. അപ്പം നന്ദി വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്ത് കാര്യം വന്നാലും ഓവറായിട്ട് സന്തോഷിക്കാനും ഓവറായിട്ട് വിഷമിച്ചിരിക്കാനും പാടില്ല. എല്ലാത്തിനും ഒരു സമമായിട്ട് കാണാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. ഇത് കേൾക്കുമ്പോൾ അറിയാത്ത ആൾക്കാർ എന്താണെന്ന് വിചാരിക്കും. സംഭവം ഒന്നുമില്ല. ഇന്നത്തെ ദിവസം ആരെല്ലാം എനിക്ക് എന്തെല്ലാം ചെയ്തെന്നു അവരുടെ പേര് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അവരോട് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക, പറയുകയും ചെയ്യുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും നമുക്ക് കൂടുതൽ എല്ലാം ഈ പ്രപഞ്ചത്തിന് നേടിത്തരാനും സാധിക്കും അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു ചെയ്യുക, അല്ലാത്തൊരു 5 കാര്യങ്ങളും ചെയ്യുക. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ജീവിതം സക്സസ് ആവാനും കൂടുതൽ മെച്ചപ്പെടാനും വേണ്ടിയാണ് ഈ കാര്യങ്ങളല്ലാതും. തളർത്താനായിട്ട് 10 പേര് കാണും, പുച്ഛിക്കാനായിട്ട് 100 പേര് കാണും. പക്ഷേ ജയിക്കണമെന്ന് നീ ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി. നേരിടേണ്ട വിധിയെ പേടിച്ച് പിന്നോട്ട് പോകരുത്. പരിശ്രമിക്കുക, പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് വിപരീതമായ വിധിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് സാധിക്കും. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പരമാവധി ഞാൻ ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇത്ര നേരം ഇത് കേട്ടിരുന്നില്ലേ, അതിന് ഇത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ നമ്മുടെ ചാനൽ നന്നായിട്ട് കയറി വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിലൊരു ഘടകമാണ്. 20 ദിവസമായിട്ടുള്ളൂ നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോഴേക്കും അത്യാവശ്യം ഗ്രോത്തൊക്കെ ഉണ്ട്. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങളുടെ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഇത്രയ്ക്കുള്ളൂട്ടെ. നാളെ വരാം. താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ് ഓൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ടാറ്റാ.